നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം. മൊണോക്കോക്കെതിരെ റയൽ മാഡ്രിഡ് ഗോൾ വർഷം നടത്തി വിജയിച്ച് കയറിയപ്പോൾ 6-1 വിജയിച്ചപ്പോൾ 1 ഗോളും 2 അസിസ്റ്റുമാണ് വിനി ജൂനിയറുടെ വക. വിനി ആ ഗോൾ അടിച്ചിട്ട് നേരെ ഓടിച്ചെന്ന് ആൽവാരോ അർബിലോവൊക്കൊപ്പം അത് സന്തോഷം പങ്കിടുന്നു, ഹഗ് ചെയ്യുന്നു. അപ്പം അർബിലോ പറയുന്നത്, ശരിക്കും പറഞ്ഞാൽ ആ ഹഗ് എനിക്കുള്ളതല്ല, അത് ഓൾ മാഡ്രിഡിനുള്ളതാണ്, റയൽ മാഡ്രിഡിലുള്ള എല്ലാവർക്കും കൂടിയുള്ളൊരു ഹഗ്ഗാണ്, അത് പ്രതീകാത്മകമായി എനിക്ക് നൽകിയെന്നേ ഉള്ളൂ. കളിക്ക് ശേഷം അർബിലോ വളരെ ഹാപ്പിയാണ്. കാരണം അർബിലോ വല്ലാതെ സപ്പോർട്ട് ചെയ്യുന്നൊരു കളിക്കാരനാണ് വിനി. അദ്ദേഹം ഫോമിൻ്റെ മികവുകൾ കാണിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും സന്തോഷത്തിലാകുമല്ലോ അർബിലോവ. അപ്പോൾ അദ്ദേഹം പറയുന്നു, ഞാൻ വളരെ ഹാപ്പിയാണ് എൻ്റെ പ്ലെയേഴ്സിൻ്റെ കാര്യത്തിൽ. കാരണം അവർ ടീമിന് വേണ്ടി നല്ല രൂപത്തിൽ കളിക്കുന്നു. നമുക്കൊരു കമ്മിറ്റഡ് ടീമിനെയാണ് വേണ്ടത്. വിനിയുടെ കാര്യത്തിൽ ഞാൻ വളരെ ഹാപ്പിയാണ്. കാരണം അദ്ദേഹം ആരാധകരുടെ അഫെക്ഷൻ അർഹിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ അദ്ദേഹം തന്ന ഒരു ഹഗ്ഗുണ്ടല്ലോ, അത് ഓൾ ഓഫ് റയൽ മാഡ്രിഡിനുള്ള ഒരു ഹഗ്ഗാണ്. നമുക്ക് ഹാപ്പി വിനീഷ്യസിനെ വേണം. നമുക്ക് കിരീടങ്ങൾ നേടണോ, സന്തോഷവാനായ വിനീഷ്യസ് ഉണ്ടായിരിക്കണം നമ്മുടെ ടീമിൽ. അപ്പോൾ അദ്ദേഹത്തോട് ചോദിക്കുന്നുണ്ട്, എന്നിട്ടും കുറേ ഫാൻസ് അദ്ദേഹത്തെ ഇന്നും കൂവിയല്ലോ. ഈ കളിയിലും കുറേ കൂവൽ കിട്ടി. കുറച്ച് ആളുകൾ അദ്ദേഹത്തെ അപ്ലോഡ് ചെയ്തു. അപ്പോൾ കുറച്ച് ആളുകളുടെ ഒരു ചീറിയും കിട്ടുന്നു, കുറച്ച് ആളുകൾ അപ്പോഴും അദ്ദേഹത്തെ കൂവുന്നു. എന്തു പറയുന്നു അതിനെക്കുറിച്ച്? അപ്പോൾ അദ്ദേഹത്തിന് മറുപടി, ഞാൻ കണ്ടത് ബെർണാബ്യൂ സ്റ്റേഡിയം ഞങ്ങളുടെ പ്ലെയേഴ്സിനോട് ഫുള്ളി കമ്മിറ്റഡായി നിൽക്കുന്നതാണ്. അത് വിനിയോട് മാത്രമല്ല, ജൂഡിനോടും കിരിയനോടും ഒക്കെ അവർ വളരെ കമ്മിറ്റഡായിരുന്നു. ഒരു എനോർമസ് എഫേർട്ട് നടന്നിട്ടുണ്ട്. എല്ലാ പ്ലേയേഴ്സിൻ്റെ കാര്യത്തിലും അങ്ങനെയാണ്. ഫ്രാങ്കോ, വാർദ, ഫെഡെ, കമവിംഗ, അവരെല്ലാവരും അവരുടെ നേച്ചുറലല്ലാത്ത പൊസിഷനിലാണ് കളിച്ചുകൊണ്ടിരുന്നത്. അവരുടെ എഫേർട്ട് തീർച്ചയായിട്ടും വളരെ മികച്ചതായിരുന്നു. ഞാനതിൽ ഹാപ്പിയാണ്. ആരാധകർക്ക് അത് മനസ്സിലാവും എന്നാണ് ആൽവാരോ അർബിലോ പറയുന്നത്. ചുരുക്കത്തിൽ ആരാധകരെ ക്രിട്ടിസൈസ് ചെയ്യാൻ ഇത്തവണ അദ്ദേഹം തയ്യാറായിട്ടില്ല. മറിച്ച് വിനിക്ക് കിട്ടിയ ആ ഒരു കയ്യടിയെ മാത്രം അദ്ദേഹം ഇങ്ങനെ എടുത്തു പറയുന്നു എന്ന് മാത്രം. ഇനി എന്താണ് റയൽ മാഡ്രിഡിൻ്റെ എസെൻസ്? അത് വെറും വിജയമോ അല്ലെങ്കിൽ ഒരു പ്രത്യേക പാറ്റേൺ ഓഫ് പ്ലേയോ ഒന്നുമല്ല. മറിച്ച് അത് പാഷനും സാക്രിഫൈസും ക്യാരക്ടറും ഒക്കെയാണ് എന്ന് കൂടി അർബിലോ പറഞ്ഞു വെക്കുന്നത്. അദ്ദേഹം പറയുന്നു, റയൽ മാഡ്രിഡ് എന്ന് പറഞ്ഞാൽ അത് ടാക്ടിക്സോ പാറ്റേൺ ഓഫ് പ്ലേയോ ഒന്നുമല്ല. ഇങ്ങനെ കളിക്കണം, ഇതാണ് ഞങ്ങളുടെ ഐഡൻറ്റിറ്റി, ആ പരിപാടി റയൽ മാഡ്രിഡിനില്ല. മറിച്ച് ഇറ്റ്സ് അബൌട്ട് പാഷൻ, ഇറ്റ്സ് അബൌട്ട് സാക്രിഫൈസ്, ഇറ്റ്സ് അബൌട്ട് ക്യാരക്ടർ. അതാ വേണ്ടത്. അത് കൃത്യമായിട്ട് ഈ കളിയിൽ നമ്മൾ കണ്ടു. അപ്പം മെൻ്റലി അവർ നല്ല രൂപത്തിൽ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുമ്പോൾ ഈ റയൽ മാഡ്രിഡിനെ സ്റ്റോപ്പ് ചെയ്യാൻ ആരെക്കൊണ്ടും കഴിയില്ല. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സിൽ എത്താം.